class history, social science, first part 1. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത റെവല്യൂഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് റെവല്യൂഷൻ എന്ന് നോക്കാം. അപ്പോൾ റെവല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഫുൾ ഞാൻ ഈ പറയുന്നത് ഒരു കഥ പോലെ മനസ്സിലാക്കാം. റെവല്യൂഷൻ എന്താണ്? റെവല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് വി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് റിനൈസൻസ്. എന്താണ് റിനൈസൻസ് എന്ന് മനസ്സിലാക്കണം. റിനൈസൻസ് ideas motivate the people to question irrational beliefs and tradition. അപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന റിനൈസൻസ് ആൾക്കാരുടെ ഐഡിയാസ് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അക്കാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ഐഡിയാസ് പീപ്പിൾസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പീപ്പിൾസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ടു ക്വസ്റ്റ്യൻ ഇറേഷണൽ ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻ. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങളും ആ സമയത്തുണ്ടായിരുന്ന പണ്ട് മുതലേ ചെയ്തു വന്ന പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റിനൈസൻസിൻ്റെ ഐഡിയാസ് മോട്ടിവേറ്റ് ദി പീപ്പിൾ ആൻഡ് ദേ വെർ ക്വസ്റ്റ്യനിങ് ദി ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്. അങ്ങനെയാണ് എന്തിൻ്റെ ബർത്ത് വന്നത്? എൻലൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് പ്രോഗ്രസ്സായി വരുന്നതോടുകൂടി എന്തിൻ്റെ ബർത്തായി? എൻലൈറ്റ്മെൻറ്റ്. അപ്പോൾ എൻലൈറ്റ്മെൻറ്റ് വരുന്നത് 18ാം നൂറ്റാണ്ടിലാണ്, 18th century. അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയമെല്ലാം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ ഒരു കഥ പോലെ പഠിക്കാൻ പറ്റൂ. സോ ഇറ്റ് പ്രോഗ്രസ് ഗീവ് ബർത്ത് ടു എൻലൈറ്റ്മെൻറ്റ്. അപ്പോൾ എൻലൈറ്റ്മെൻറ്റ് വന്നതോടുകൂടി തിങ്കേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റ് ദി ഐഡിയാസ് ലൈക്ക് ആ സമയത്തുണ്ടായിരുന്ന ചിന്തകന്മാർ ഒരുപാട് ഐഡിയാസ് കൊണ്ടുവന്നു. അപ്പോൾ അവർ ഒരുപാട് ഐഡിയാസ് എന്തൊക്കെ കൊണ്ടുവന്നു? ഫ്രീഡം, ഡെമോക്രസി, ഇക്വാലിറ്റി, നാഷണാലിസം, ഇങ്ങനത്തെ 4 കാര്യങ്ങളുടെ ഐഡിയാസ് ആ സമയത്തുള്ള തിങ്കേഴ്സ് കൊണ്ടുവന്നു. സോ ഇറ്റ് എൻകറേജ്ഡ് ദി പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തുള്ള പല ഭാഗത്തുള്ള ആൾക്കാർക്കും ഇത് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ആ എൻകറേജ്മെൻറ്റാണ് ഇറ്റ് ലീഡ്സ് ടു റെവല്യൂഷൻ. അതെന്ത് ചെയ്യാൻ തുടങ്ങി? റെവല്യൂഷനിലോട്ട് അവസാനിക്കാൻ തുടങ്ങി. സോ ദ ഫുൾ വൺ ഈസ് റെവല്യൂഷൻ ഉണ്ടാവാൻ കാരണം റിനൈസൻസ്, അത് എൻലൈറ്റ്മെൻറ്റിൽ കടാശിച്ചു. എൻലൈറ്റ്മെൻറ്റ് ഫ്രീഡം, ഡെമോക്രസി, ഇക്വാളിറ്റി, നാഷണാലിസം എന്ന 4 കാര്യങ്ങളുടെ ഐഡിയാസ് കൊണ്ടുവന്നു. അതാണ് റവല്യൂഷനിലോട്ട് തിരിഞ്ഞു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എങ്ങനെ വന്ന് നോക്കാം. സോ സെക്കൻഡ് ഹാഫ് ഓഫ് 18th century, 18ാം നൂറ്റാണ്ടിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് ഒരു സ്ലോഗൻ, നോർത്ത് അമേരിക്കയിൽ വന്ന ഒരു സ്ലോഗനാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ അവർ നികുതി അടക്കില്ല എന്ന ഒരു വാചകം, ഒരു സ്ലോഗൻ വന്നു. ഈ സ്ലോഗൻ പറഞ്ഞത് ജെയിംസ് ഓട്ടിസ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന സ്ലോഗൻ സെക്കൻഡ് ഹാഫ് ഓഫ് 18th century പറഞ്ഞത് ജെയിംസ് ഓട്ടിസ്. സോ ഈ സമയത്ത് ഇങ്ങനൊരു സ്ലോഗൻ വരുമ്പോൾ ആൾക്കാർ ഈ സ്ലോഗൻ കൊണ്ട് എന്താ ഡിമാൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യണം, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് വേണം, ഒരു ഗവൺമെൻറ് സർവീസ് വേണം. സെക്കൻഡ് വൺ, ഒരു ഗവൺമെൻറ് അവർ മീൻ ചെയ്താൽ മാത്രമേ ടാക്സ് പിന്നെ പേ ചെയ്യൂ എന്ന ഡിമാൻഡാണ് പീപ്പിൾ ആ സമയത്ത് ഈ സ്ലോഗൻ വഴി പറഞ്ഞത്. സോ ഈ ഒരു സ്ലോഗനിലോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് ശ്രദ്ധിക്കുക, ടൈമിംഗ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 18th century ഈ സ്ലോഗൻ വരുന്നത്. ഈ സ്ലോഗൻ വരാൻ കാരണം 16ാം നൂറ്റാണ്ടായപ്പോൾ യൂറോപ്യൻസ് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി? നോർത്ത് അമേരിക്കയിലോട്ട് വരാൻ തുടങ്ങി. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് നോർത്ത് അമേരിക്കയിലോട്ട് വരാൻ തുടങ്ങി. അവരുടെ മെയിൻ എയിം, അതായത് യൂറോപ്യൻസിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കയുടെ റിസോഴ്സ് എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ യൂറോപ്യൻസ്കാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, 18ാം നൂറ്റാണ്ടായപ്പോൾ ഇംഗ്ലണ്ടുകാർ 13 കോളനിയാണ് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്കയിൽ സ്ഥാപിച്ചെടുത്തത്. ഇപ്പോൾ 16ാം നൂറ്റാണ്ടിൽ വന്നു, 18ാം നൂറ്റാണ്ടായപ്പോൾ 13 കോളനീസാണ് അവർ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്കയിൽ ഫോം ചെയ്തത്. ഏതൊക്കെയാണ് ആ 13 കോളനീസ് എന്ന് നോക്കാം. ന്യൂ ഹാംഷെയർ, മസാകുസെറ്റ്സ്, റോഡ് ഐലാൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, മാരിലാൻഡ്, ന്യൂയോർക്ക്, പെന്നിസ്ലെവേനിയ, വിർജീനിയ, നോർത്ത് കരോളിന, സൗത്ത് കരോളിന, ജിയോർജിയ എന്നിങ്ങനെ 13 കോളനീസാണ് ഇംഗ്ലണ്ടുകാർ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്കയിൽ സ്ഥാപിച്ചെടുത്തത്. ഈ 13 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ടെക്സ്റ്റിൽ. അടുത്ത് പറയുന്നത് മെർക്കാൻറ്റലിസമാണ്. എന്താണ് മെർക്കാൻറ്റലിസം എന്ന് നോക്കാം.
ബ്രിട്ടീഷ് ട്രീറ്റ് അമേരിക്കൻ കോളനീസ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽ. ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനിയിലുള്ള ബ്രിട്ടീഷുകാരുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകണം? ബ്രിട്ടനിലോട്ട് കൊണ്ടുപോകണം. ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് എസ് മാർക്കറ്റ് ഫോർ ദെയർ സെല്ലിംഗ് പ്രോഡക്റ്റ്. പിന്നെ ആ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് എവിടെ വിൽക്കണം? അമേരിക്കൻ കോളനിയിൽ വിൽക്കണം. ഇതാണ് ബ്രിട്ടീഷുകാരുടെ മെയിൻ എയിം. എന്തൊക്കെയാണ്? അമേരിക്കയിലുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുപോകണം. ഇൻഡസ്ട്രിയിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഹൈ പ്രൈസിൽ വിൽക്കണം. ഇതാണ് ബ്രിട്ടീഷുകാരുടെ എയിം എന്ന് പറയുന്നത്. ഈ മർച്ചൻ്റ് ഈ പോളിസി വിളിക്കുന്ന പേരാണ് മെർക്കാൻറ്റിലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. സോ അതിനെയാണ് മെർക്കാൻറ്റിലിസം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ലോസ്? ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഫോം ചെയ്ത കുറച്ച് നിയമങ്ങളുണ്ട്. എന്തൊക്കെ നിയമങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ബ്രിട്ടീഷ് ഷിപ്പ് ബിൽഡ് ഇൻ ബ്രിട്ടീഷ് കോളനി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഷിപ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഷിപ്പിൽ മാത്രമേ ഗുഡ്സ് എവിടെ നിന്ന് കൊണ്ടുപോകാവൂ? നോർത്ത് അമേരിക്കയിൽ നിന്ന് അങ്ങോട്ടും കൊണ്ടുപോകാവൂ, അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരാവൂ. ഓക്കെ, എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ബ്രിട്ടീഷ് ഷിപ്പിൽ തന്നെ ആയിരിക്കണം. സെക്കൻഡ് വൺ, പ്രോഡക്റ്റ് ഓഫ് കോളനീസ് ഓൺലി എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട് ലൈക്ക്. പിന്നെ കോളനിയിലുള്ള പ്രോഡക്റ്റ് എവിടെ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിൽ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഷുഗർ, കോട്ടൺ ഇതൊക്കെ നോർത്ത് അമേരിക്കയിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ഇത് എവിടെ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിൽ. നെക്സ്റ്റ്, ബ്രിട്ടീഷ് സ്റ്റാമ്പ്. എല്ലാ ലീഗൽ ഡോക്യുമെൻസിലും ന്യൂസ് പേപ്പേഴ്സിലും പാംഫ്ലെറ്റ്, ലൈസൻസ് എന്നിവയിലെല്ലാം എന്തുണ്ടായിരിക്കണം? ബ്രിട്ടീഷ് സ്റ്റാമ്പ് അത്യാവശ്യമാണ്. പിന്നെ കോളനീസ് പ്രൊവൈഡ്. അതുപോലെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ, കോളനിയിൽ വരുമ്പോൾ കോളനിക്കാർ ഫുഡും ക്വാർട്ടറും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ടീ, ഗ്ലാസ്, പേപ്പർ എന്നിവ ഇംഗ്ലണ്ടുകാർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിന് ഹൈ ടാക്സ് കൊടുത്ത് വേണം കോളനിക്കാർ വാങ്ങാൻ. ഓക്കെ, ദേ ഷുഡ് ഇമ്പോർട്ട് ഹൈ ടാക്സ്. ഇത്രയും ലോയാണ് മെർക്കാൻറ്റിലിസത്തിൽ പറയുന്നത്. എന്തൊക്കെ ലോയാണ്? ബ്രിട്ടീഷ് ഷിപ്പിൽ മാത്രമേ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ്, അതുപോലെ കോട്ടൺ, ഷുഗർ എക്സ്പോർട്ട് ചെയ്യണം. ബ്രിട്ടീഷ് സ്റ്റാമ്പ്, പിന്നെ ഫുഡും ഷെൽട്ടറും പ്രൊവൈഡ് ചെയ്യണം. ടീ, ഗ്ലാസ്, പേപ്പർ അത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഹൈ ടാക്സും കൊടുക്കണം. ഓക്കെ, ഇത്രയുമാണ്. താങ്ക് യു. ബാക്കി അടുത്ത ക്ലാസ്.